കാനാൻകാരി യേശുവിന്റെ അരികിൽ വന്ന് തന്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഉത്തരം പോലും യേശു പറഞ്ഞില്ല. എന്നിട്ടും അവൾ തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കുക. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ദേ അവളുടെ കരച്ചിലൊന്ന് കാണുക, അവരുടെ വേദന ഒന്ന് കാണുക. എന്നിട്ടും തമ്പുരാൻ കൊടുക്കുന്ന ഉത്തരം വളരെ വ്യത്യസ്തമായിട്ടാണ്. പക്ഷേ ഇവിടെയൊക്കെ കാനാൻകാരി കാത്തുപാലിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനസ്സ് മടുക്കാതെ വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. ആരും എന്നോട് പറഞ്ഞു, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും നൊവേന ചൊല്ലിക്കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സങ്ങോട്ട് മടുക്കാണ്. മനസ്സ് പതുക്കെ പതുക്കെ മടുത്തു തുടങ്ങുന്നു. അയ്യോ, എനിക്കൊന്നും കിട്ടിയില്ല, പിന്നെ വിശ്വാസമില്ല, ദൈവം എനിക്ക് വേണ്ട. അപ്പോഴേക്കും ഏതെങ്കിലും പെന്തക്കോസ്തുകാർ വരും, എംബറുകാർ വരും, ഇങ്ങനെ വന്ന്, ദൈവം ഇവിടെ വിശ്വാസം ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം തരാൻ വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ തക്ക സമയം നോക്കിയിരിക്കുക. നമ്മളൊന്ന് മനസ്സ് മടുക്കാതെ പ്രാർത്ഥിച്ചാൽ മതി. ഒരു ഉദാഹരണം, ആ ഉദാഹരണം ഇവിടെ ആപ്റ്റാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ഉദാഹരണം നല്ലതാണെന്ന് മനസ്സിലാക്കുകയാണ്. അമ്മമാരാണെങ്കിൽ സാരി എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാരി എടുക്കാൻ വേണ്ടി നമ്മളുടെ കടയിൽ പോകും. എന്തോരം സാരി നമ്മൾ എടുത്തിടുക, പോന്നോട്ടെ, ഇത് ഇഷ്ടപ്പെട്ടില്ല, പോന്നോട്ടെ പോന്നോട്ടെ. നമുക്കപ്പോൾ മനസ്സ് മടുക്കുന്നുണ്ടോ ചേച്ചിയെ? മനസ്സ് മടുക്കുമോ? ഇനി അപ്പന്മാരാണെങ്കിൽ നമ്മൾ ഈ പോട്ട ജംഗ്ഷൻ്റെ അവിടെ ക്യൂ നിൽക്കണ കാണുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കി, മനസ്സ് മടുക്കുന്നുണ്ടോ? എൻ്റെ ഇപ്പം ആവും, എൻ്റെ സാധനം ഇപ്പം ആവും, ഞാൻ അത് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. ബാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴേ എൻ്റെ സാധനം ഞാൻ വാങ്ങിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ഒരു മനസ്സ് മടുക്കണമെന്നില്ല. നമുക്ക് ആകെ മനസ്സ് മടുക്കുന്ന എപ്പോഴാണെന്നറിയുമോ? പ്രാർത്ഥനയുടെ സമയത്ത്. ബാക്കി ഒരു സ്ഥലത്ത് മനസ്സ് നമ്മൾ മടുക്കില്ലേ? പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ മനസ്സ് മടുക്കുക. കഴിഞ്ഞു. ചിന്തിച്ചു നോക്കാം, മനസ്സ് മടുക്കാതെ കാനാൻകാരി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ.